ഹായ് പ്രിയപ്പെട്ടവരെ, നമുക്ക് കൊല്ലം ബീച്ചിലേക്ക് നിങ്ങളെ കൂട്ടി പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ശില്പകലയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വിഷു ദിനമാണ് ഇന്ന്. നമ്മളെ കുട്ടികളും മറ്റുള്ളവരും തിരക്കിലാണ്. 8 മണി വരെയുള്ള വരും ദിവസങ്ങളിൽ കുട്ടികളും മറ്റുള്ളവരും ഇവിടെ നമ്മളൊപ്പം കാണാം. അവിടെ ശില്പകല തുടക്കം ഇന്ന് കുറിച്ച് കഴിഞ്ഞു. വിഷു ദിനത്തിനാണ് നമ്മൾ ശില്പകല തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ശില്പകല ആണെന്ന് നമുക്ക് കാണാം. ഇതിനൊക്കെ ഒരു പാകങ്ങളായിട്ട് തേങ്ങ പൊതിച്ച് തേങ്ങയുടെ അങ്ങനെയാണ് ഒരു കൊച്ചു ശില്പങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് അങ്ങനെ പല ചെറിയ ശില്പങ്ങൾ ചെയ്ത് വേറെ ടെക്നിക്കിടെ വന്നാണ് നമ്മൾ ഒരേ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് നമ്മൾ വൃത്തരെ വീണിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുന്നതിനെതിരെയാണ് നമ്മൾ ഇന്നിവിടെ ഇങ്ങനെ ഒരു പാണക്കെട്ടുമായി കമ്പുമായി ഒരുപക്ഷെ ഇന്ന് ഇതിനെ പ്രതിഷേധം നടത്തിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവർ നമ്മൾ ഇന്ന് മുന്നോട്ട് നീങ്ങുന്നത്. കൊല്ലം ബീച്ചിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നമ്മൾ ഒരുപാട് ശില്പങ്ങൾ, റോഡ് സുരക്ഷ, ട്രാക്ക്, അനാമിക, ബാലപീഡനം, അങ്ങനെ നിരവധി ശില്പകല, ലഹരിക്കെതിരെ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ പറയാമല്ലോ, നമുക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന സന്ദേശം അമ്മമാരെ വീടിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുന്നുണ്ട്. അത് കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. തീർച്ചയായും അത് തെറ്റ് ആണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അതിനെതിരെ കേരളത്തിലെ ഏത് സർക്കാരായാലും നടപടിയെടുക്കണം. അതിനെതിരെയാണ് നമ്മൾ അമ്മമാരെ വീട്ടിൽ നിന്നും പുറത്തേക്ക് തള്ളിവിടുന്നത് കുറ്റകരമാണ്. അതിനെതിരെയാണ് അമ്മമാരെ പുറത്തേക്ക് തള്ളിവിടുന്നതിനെതിരെയാണ് ഞങ്ങൾ ഇന്നിവിടെ ഒരു മണശില്പ സന്ദേശം ഒരുക്കിയിരിക്കുന്നത്. കൊല്ലം ബീച്ചിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വേനലായതുകൊണ്ട് രാവിലെയാണ്. സാധാരണ എല്ലാ ദിവസവും വൈകിട്ട് ജനങ്ങൾ വരുമ്പോഴാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ വെക്കേഷൻ ക്ലാസ്സിനോടൊപ്പം വൃത്തരെ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുന്നു. അപ്പോൾ അതിനെതിരെയാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു സന്ദേശം കൊടുത്തുകൊണ്ട് രാവിലെ ശില്പ ക്ലാസ് തുടക്കം കുറിച്ചത്. വിഷു ആയതിൻ്റെ പേരിൽ മറ്റു കുട്ടികൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. വിഷു ആയതിൻ്റെ പേരിൽ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷൻ മുടങ്ങത്തില്ലായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ മുടക്കിയില്ല. കാരണം ഞങ്ങൾക്ക് ഇത് മുടക്കാൻ പറ്റത്തില്ല. നമ്മളെ തൊഴിലാണിത്. അപ്പം നമുക്ക് KM മീഡിയയുടെ നിങ്ങളെല്ലാവർക്കും മുതൽ എൻ്റെ ശില്പകല കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെ സഹായങ്ങൾ എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ കുഞ്ഞു കലാകാരൻ നിങ്ങളിലേക്ക് എപ്പോഴും കടന്നു വരുന്നത്. ഒരുപാട് വലിയ ശില്പങ്ങൾ ചെയ്യുവാനുള്ള സാഹചര്യങ്ങളും വലിയ സ്റ്റേജുകളും വെയിലുള്ള മഴ പെയ്ത് കഴിഞ്ഞാൽ നനയാതിരിക്കുന്നതൊക്കെ അങ്ങനെയുള്ള കുറച്ച് സ്പെയർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കയറാനുണ്ട്. എന്നെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് എനിക്ക് വരാൻ പറ്റൂ. വലിയ ശില്പങ്ങളൊക്കെ ചെയ്ത് നിങ്ങളിലേക്ക് ശ്രദ്ധ നേടാനും എന്നെ ശ്രദ്ധിക്കുവാനും ഒക്കെ കഴിയുന്നത്. ഇനി ഒരുപാട് നിലങ്ങൾ വരുന്നുണ്ട്. അതിനെല്ലാം മാറ്റങ്ങളുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലം ബീച്ചിൽ നിന്നും ഇന്ന് നിങ്ങളുടെ ഈ വൃത്ത അമ്മമാർക്ക് പുറത്തേക്ക് ഉപേക്ഷിക്കപ്പെടുന്നതിനെതിരെ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളതിനെതിരെ നടപടി അല്ലെങ്കിൽ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ ഇങ്ങനെയുള്ള കേസുകളെല്ലാം അവർ പരാതി തരാൻ തയ്യാറാകത്തില്ല. സ്വന്തം മക്കളെ അകത്താക്കാനോ അവരെ പേര് കേസെടുക്കാനോ ഒന്നും അമ്മമാർ തയ്യാറാവുന്നില്ല. റോഡുകളിൽ പല സ്ഥലങ്ങളിലും കൊല്ലത്ത് തന്നെ നമുക്കറിയാം KM മീഡിയയുടെ അതിനൊക്കെ എതിരെ നമ്മൾ ഇപ്പോഴും മണശില്പം ചെയ്ത് പാണക്കെട്ടുമായി വടിയുമായി കടന്ന് തെരുവഴിയിൽ കിടക്കുകയും റോഡുകളിൽ തെരുവുകളിലും കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു മണശില്പം ഇങ്ങനെ നിർമ്മിച്ചത്. ഇന്ന് വെയിലായതിൻ്റെ പേരിൽ രാവിലെ ഞങ്ങൾ 2 പേരും വന്ന് ഇതിനെതിരെ മൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എല്ലാവരിലേക്ക് എത്തിക്കുകയാണെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ആൾക്കാരെ ആരും കാണുന്നില്ല. അപ്പോൾ അല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇന്ന് വൈകിട്ട് ആണ് ആൾ വരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഒരു അല്പസമയം ഇത് ഇരിക്കത്തുള്ളൂ. നല്ല ആഞ്ഞ വെയിലാണ്. നിങ്ങൾക്കറിയാം, ചൂട് സമയമാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്കറിയാം, വീട്ടിൽ ഇരുന്നാൽ പോലും നമുക്ക് ചൂട് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു വേളയിലാണ് നമ്മൾ ഇങ്ങനൊരു ശില്പം ചെയ്തത്. അപ്പോൾ കൊല്ലം ബീച്ചിൽ നിന്നും ക്യാമറ സന്തോഷിനോടൊപ്പം KM മീഡിയയ്ക്ക് വേണ്ടി ശില്പി രാജേന്ദ്ര പ്രസാദ്.